എല്ലാവർക്കും നമസ്കാരം. നമ്മൾ SSC MTS CHSL 2023 ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ പെർസെൻറ്റേജിൻ്റെ ആദ്യത്തെ 2 ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ പാർട്ട് 3 ആണ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ 2 ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് 3 കാണുക. ഡയറക്റ്റ് പാർട്ട് 3 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്പീഡായി ഞാൻ പഠിപ്പിക്കുന്നത് ഭയങ്കര സ്പീഡായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ബേസിക് ക്ലാസ് ഉണ്ട്, കൺസെപ്റ്റ് എല്ലാം പറയുന്നുണ്ട്. രണ്ടാമത്തെ ക്ലാസ് മുതൽ നമ്മൾ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ബേസിക് ലെവലിൽ തൊട്ട് നല്ല ഹൈ ലെവൽ വരെ, അതായത് അഡ്വാൻസ്ഡ് ലെവൽ വരെ നല്ല വരുന്ന നിങ്ങൾക്ക് എക്സാമിന് വരുന്ന മാക്സിമം ലെവൽ വരെ നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പം പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കി. ഇൻ ദ എക്സ്പ്രഷൻ എക്സ് വൈ സ്ക്വയർ ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഓഫ് ബോത്ത് വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഓഫ് ബോത്ത് വേരിയബിൾസ് ആർ ഡിക്രീസ്ഡ് ബൈ 20%. ബൈ ദിസ് ദ വാല്യൂ ഓഫ് എക്സ്പ്രഷൻ ഈസ് ഡിക്രീസ്ഡ് ബൈ. അപ്പം നമ്മൾ എന്താ പറയുന്നത്, എക്സ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതിനകത്ത് എക്സും വൈയും എന്താണ്, വേരിയബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് എക്സിൻ്റെയും വൈയുടെയും രണ്ടിൻ്റെയും വാല്യൂ എന്തായി, ഡിക്രീസ്ഡ് ബൈ. ഡിക്രീസ് ആണ്, ശ്രദ്ധിച്ചോണം. ഡിക്രീസ്ഡ് ബൈ എത്രയാണ്, 20%. 20% വെച്ച് കുറഞ്ഞു. അപ്പം ബൈ ദിസ് ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ. അപ്പോൾ ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, എക്സും വൈയും ഉണ്ട്. ഇപ്പോൾ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വൈ ഉണ്ട്, 2 വൈ ഉണ്ട്. അപ്പം ആ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വൈ 2 വട്ടം 20% കുറയും. അത് 2 വൈക്കും എന്ത് വരും, കുറവ് വരും. എക്സ് 20% കുറഞ്ഞു, വൈ എന്ത് പറഞ്ഞു, 20% കുറഞ്ഞു. അപ്പോൾ വൈ 2 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, എക്സ് 20% ഡിക്രീസ് എന്ന് പറഞ്ഞാൽ -20. പിന്നെ വൈക്ക് എത്തുന്നത് എന്താണ്, -20, പിന്നെ ഒരു -20. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണ്, ഇവിടെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആണ് 100 ഇട്ട് ചെയ്യാം. 2 മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് 1 എന്ന് പറഞ്ഞാൽ ഇപ്പം 100 ആണ്, അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് സക്സീവ് തന്നെ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്തു, ആദ്യം a+b+ab/100 ആണല്ലോ. ആദ്യം -20, മറ്റേതും എക്സും വൈ. അപ്പം എക്സ് ഒരു വൈയുടെ കേസ്, അപ്പോൾ ഇത് രണ്ടും കൂടെ ആദ്യം നമുക്ക് സക്സീവ് എടുക്കാം. അപ്പോൾ എന്തൊരു -20 a+b+ab/100. അപ്പോൾ a എന്ന് പറഞ്ഞാൽ -20, വൈ ബി എന്ന് പറഞ്ഞാൽ -20. കാര്യം ഡിക്രീസ് ആകുമ്പോൾ നമ്മൾ മൈനസ് കൊടുക്കണം. അപ്പോൾ എന്തൊരു -20 -40, പിന്നെ പ്ലസ് -20 × -20/100 അല്ലേ. -20 അതൊന്നും എഴുതണ്ടല്ലോ. -20 × -20/100 കഴിഞ്ഞ ക്ലാസ് ചെയ്തവർക്ക് മനസ്സിലാവും. -20 × -20 എന്ന് പറഞ്ഞാൽ പ്ലസ് ആവും. പ്ലസ് 400/100 എന്ന് വരും. അപ്പോൾ എന്ത് വരും, ഇത് 4 വരും. എന്ന് പറഞ്ഞാൽ എത്രയാണ്, -36. അപ്പം ആദ്യത്തെ രണ്ടെണ്ണം ചെയ്യുമ്പോൾ 36% കുറഞ്ഞു. ഇനി അത്ര മാത്രമാണുള്ളത് അല്ല, ഒരു വട്ടം കൂടെ എന്ത് ചെയ്തു, ഒരു വട്ടം കൂടെ വൈ ഉണ്ട്. അപ്പം -20. അപ്പോൾ ഇതിനെയും എന്ത് ചെയ്യണം, സക്സീവ് എടുക്കണം. a+b+ab/100. a+b എന്ന് പറയുമ്പോൾ -36 പ്ലസ് -20 എന്ന് വെച്ചാൽ -36 -20 അതൊക്കെ -56. ഇനിയുള്ള ക്വസ്റ്റൻസിലെല്ലാം ഇങ്ങനെ മനസ്സിൽ ചെയ്യാൻ പഠിക്കണം. പ്ലസ് ab/100. ab എന്ന് പറയുമ്പോൾ ഈ മൈനസ് -36 × -20 എന്ന് വെച്ചാൽ പ്ലസ് ആയി. ഇപ്പോൾ 36 × 20/100. ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. 20/100 എന്ന് വരും. ഇത് എത്ര വരും നമുക്ക്, ഏകദേശം 36/20/100 എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇത് 2, ഇത് 5. ഓക്കെ, ഇപ്പോൾ 36/5. 36/5 എന്ന് പറയുമ്പോൾ എത്ര വരും, 36/5 എന്ന് പറയുമ്പോൾ 7.2 ആണ്. അപ്പം -56 -7.2. ഓക്കെ, അപ്പോൾ അത് എത്ര വരും, -56 പ്ലസ് 7.2. അപ്പം ഡിഫറൻസ് എടുക്കുക, എത്രയാണ്, 7 കുറച്ച് കഴിഞ്ഞാൽ 49. അപ്പം -48.8%. അങ്ങനെയല്ലേ കിട്ടുന്നത്. അപ്പം -48.8% കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിക്രീസ് ആണ്. അപ്പം എന്താണ്, ബൈ ദ വാല്യൂ ഓഫ് എക്സ്പ്രഷൻ ഈസ് ഡിക്രീസ് ബൈ എത്ര പെർസെൻറ്റേജ്, 48.8%. ഇത് വേറൊരു രീതിയിൽ ചെയ്യാം. വേറൊരു രീതി എന്ന് പറഞ്ഞാൽ ആദ്യമേ എക്സ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ്റെ വാല്യൂ 100 ആണെന്ന് എടുക്കും. എന്നിട്ട് അതിനകത്ത് നിന്ന് ഒരു വട്ടം 20% കുറഞ്ഞു. അപ്പോൾ എത്രയായി, 80 ആയി. പിന്നെ 20% കുറഞ്ഞു. 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇതിൻ്റെ 20%, 80% 16 ആണ്. 16 കുറയുമ്പോൾ എത്ര ആവും, 64 ആവും. പിന്നെ ഇതിൻ്റെ 20% കുറയണം. പിന്നെ 20% കുറയുമ്പോൾ എന്ത് വരും, 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10% എന്ന് പറഞ്ഞാൽ 6.4. 20% എന്ന് പറയുമ്പോൾ 6.4 ഇരട്ടി, 10% ഇരട്ടിയായി. അപ്പോൾ 12.8. 12.8 പറയുമ്പോൾ എത്ര വരും, 12.8 പറയുമ്പോൾ എത്ര വരും, 12.8 പറയുമ്പോൾ എത്ര വരും, 51.2 വരും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, ആദ്യം 100 ആയിരുന്നു നമ്മുടെ എക്സ് വൈ സ്ക്വയർ എന്ന് പറയുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ എങ്കിൽ ഇതപ്പോൾ എത്ര ആയി, ഇങ്ങനെ കുറഞ്ഞ് എത്ര ആയി, 51.2 ആയി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് അവിടെ കുറവ് വന്നത്, 100 എന്നുള്ള സാധനം 51.2 ആവാൻ വേണ്ടി എത്ര കുറഞ്ഞത്, 48.8 ആണ് കുറഞ്ഞത്. അപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ, വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ ഈസ് ഡിക്രീസ്ഡ് ബൈ. ഇപ്പം 100 ആകുമ്പോൾ നമുക്ക് ബേസ് 100 ആകുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് സെയിം തന്നെ ആയിരിക്കും. അപ്പം 100ൽ നിന്ന് 51.2 ആയി. അപ്പോൾ എത്ര കുറഞ്ഞു, 48.8 കുറഞ്ഞു. അപ്പോൾ ഈ 48.8% കുറഞ്ഞത് 100ലാണ് കുറയുന്നെങ്കിൽ 48.8 ആണ് 100 കുറഞ്ഞത്. നമുക്ക് 100 കുറഞ്ഞത് എത്രയാണെന്ന് വെച്ചാണ് പെർസെൻറ്റേജ്. ഇതൊക്കെ ഞാൻ കൺസെപ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റിന് ഈ മെത്തേഡ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. 100 വെച്ച് എങ്ങനെ ചെയ്യുന്നത് ചോദിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ, കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ a+b+ab/100 വെച്ചിട്ടും നമ്മൾ 100 വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇത് മെത്തേഡ് 1, ഇത് മെത്തേഡ് 2 ആണ്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ മെത്തേഡ് ചെയ്യാനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. If a number
എക്സ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%, ഇറ്റ് ബിക്കംസ് വൈ. എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ 20% ഇൻക്രീസ് ചെയ്തപ്പോൾ എന്തായി? വൈ ആയി. നൗ വൈ ഈസ് ഇൻക്രീസ്ഡ് ബൈ 10%, ഇറ്റ് ബിക്കം ഇസഡ്. ഹൗ മച്ച് പെർസെൻറ്റേജ് ഇസഡ് ഡിക്രീസ് ടു ഗെറ്റ് എക്സ്? അപ്പോൾ ഇവിടെ ഒന്നുമില്ല. എന്താ പറയുന്നത്? നമുക്ക് 3 നമ്പറാണ്. നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞു പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് മതി? റേഷ്യോ എടുത്താൽ മതി. ഇപ്പോൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ റേഷ്യോ എടുത്ത് ചെയ്താൽ മതി. എക്സും വൈയും ഇസഡും ആണ്. അപ്പം എക്സ് എന്ന് പറയുന്ന നമ്പർ ഇൻക്രീസ്ഡ് ബൈ 20%, ഇറ്റ് ബിക്കംസ് വൈ. ഇപ്പോൾ 20% ഇൻക്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 20% എന്താണ്? 1/5 ആണ്. ഇത് ഫസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 1/5 എന്ന് പറഞ്ഞാൽ എക്സ് ആണ് ഇൻക്രീസ് ചെയ്തത്. ഇപ്പോൾ ബേസ് ഉള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻക്രീസ് ചെയ്തതാണ്. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയുന്ന വാല്യൂ, അപ്പം എക്സ് 5 ആണെങ്കിൽ അതെന്ത് ചെയ്തു? 20% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 5ന്റെ 20% ആണ് 1. 5ന്റെ 20% ആണ് എന്ത്? 1 എന്ന് പറയുന്നത്. അപ്പം 20% 1/5 ആണ്. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ എത്ര ആയി? 6 ആയി. അപ്പോൾ 6 ആയതാണ് എന്ത്? വൈ എന്ന് പറയുന്നത്. അപ്പോൾ 5ഉം 6, 5ന്റെ എക്സിന്റെയും വൈയുടെ റേഷ്യോ ഇടണം. എക്സ് 5 ആണെങ്കിൽ വൈ 6 ആയി. എന്ന് വെച്ചാൽ 100 120 അല്ലേ? എക്സ് ഇൻക്രീസ്ഡ് ബൈ 20% എന്ന് പറഞ്ഞാൽ എക്സ് 100 ആണെങ്കിൽ എക്സിനകത്ത് 20% കൂട്ടി എത്രയായി? 120 ആയി. അതാണ് വൈ. 100:120 ആണ് 5:6. ഇനി ഒരിക്കലും 100 എന്നൊന്നും എഴുതരുത്. ഡയറക്റ്റ് എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതാൻ പഠിക്കണം. ഇത് 2 ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അപ്പം 5 എന്ന് പറയുന്ന വാല്യൂ ഒന്നുകൂടെ കൂടി എന്തായി? വൈ. അത് 6 ആയി. ഒന്നാണ് കൂടിയത്. അപ്പം എന്തായി? 5:6. നമുക്ക് പെർസെൻറ്റേജ് ഹൗ മച്ച് പെർസെൻറ്റേജ് വെച്ചേക്കണം. പെർസെൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മതി? ജസ്റ്റ് റേഷ്യോ മതി. അപ്പോൾ നമുക്ക് ഒറിജിനൽ വാല്യൂ വേണ്ട. നൗ വൈ ഈസ് ഇൻക്രീസ്ഡ് ബൈ 10%, ഇറ്റ് ബിക്കംസ് ഇസഡ്. അപ്പോൾ വൈ എന്ന് പറയുന്നത് വൈ ഇപ്പം 6 ഉണ്ട്. അപ്പോൾ അതെന്തായി? അത് 10% ഇൻക്രീസ് ചെയ്ത് ഇസഡ് ആയി. ഇതിന്റെ 10% ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 10% എന്ന് പറഞ്ഞാൽ നമുക്ക് 10% എടുക്കുക എളുപ്പത്തിന്. ജസ്റ്റ് ഇത് 50, 60 എന്ന് എടുക്കാം. നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. 5:6 ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. എക്സ് 50 ആണെങ്കിൽ വൈ 60 ആണ്. ഇത് 10% കൂടിയിട്ട് എന്തായി? ഇസഡ് ആയി. അപ്പം 60ന്റെ 10% എത്രയാണ്? 6 ആണ്. അപ്പോൾ 6 കൂട്ടി എത്രയായി? സെറ്റ് 66. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിന്റെ 3ന്റെ റേഷ്യോ മതി. എന്തുകൊണ്ട് 5, 6 എന്ന് എടുക്കുന്നത്? ഇതിന്റെ 10% 0.6 എന്ന് എടുക്കുന്നത്. നമുക്ക് റേഷ്യോ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുന്നത്? ഹൗ മച്ച് ഇപ്പം നമുക്ക് കിട്ടി 50 യൂണിറ്റ് ആണെങ്കിൽ 60 യൂണിറ്റ്, മറ്റേത് 66 യൂണിറ്റ്. ഹൗ മച്ച് പെർസെൻറ്റേജ് ഇസഡ് ഡിക്രീസ് ടു ഗെറ്റ് എക്സ്? അപ്പോൾ ഇസഡ് ഡിക്രീസ് ടു ഗെറ്റ് എക്സ്. ഏതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്? ഇസഡ് ആണ് ബേസ് എന്ന് പറയുന്നത്. ഇസഡ് എത്ര ഡിക്രീസ് ചെയ്യണം? അപ്പം എക്സ് ആവാൻ വേണ്ടി എത്ര കുറയ്ക്കേണ്ടത്? 66 50 ആവാൻ വേണ്ടി എത്ര കുറയ്ക്കേണ്ടത്? 16 കുറയ്ക്കണം. അതാണ് ഹൗ മച്ച് പെർസെൻറ്റേജ് ഡിക്രീസ്. അപ്പോൾ നമ്മൾ മൈനസ് എഴുതിയാലും കുഴപ്പമില്ല. 16 എത്രയാണ്? 16/66 അല്ലേ? 16 കുറയ്ക്കണം എത്രല്ലേ? 66. അപ്പോൾ 16/66 എന്ന് പറയുമ്പോൾ ഇതിന്റെ പെർസെൻറ്റേജ് വേണം. അപ്പോൾ എത്ര വരും നമുക്ക്? 16/66 എന്ന് പറയുമ്പോൾ എത്ര വെച്ച് വെട്ടാൻ പറ്റും? 4 വെച്ച് വെട്ടത്തില്ല. എത്ര? 2. 8. 8/33. 8/33 ഇൻറ്റു 100 എന്നിട്ട് പെർസെൻറ്റേജ് കൊടുക്കും. അപ്പോൾ 800/33 നമുക്ക് എത്ര കിട്ടും? ഏകദേശം 8, 3, 24 ആ ഒരു റേഞ്ചിലേ വരത്തുള്ളൂ. ഓക്കെ. അപ്പം 100 ആയിരുന്നെങ്കിൽ അത് 120 ആയി. എന്നിട്ട് 10% 120 ആയി. എന്നിട്ട് 10% 132 ആയി. എന്നിട്ട് 132 100 ആവാൻ വേണ്ടി ഹൗ മച്ച് പെർസെൻറ്റേജ് ഇസഡ് ഡിക്രീസ് ടു ഗെറ്റ്? അപ്പോൾ 32 കുറയ്ക്കണം ബൈ 132 ഇൻറ്റു 100. ഇതാണ് നമുക്ക് വേണ്ടത്. 32/132 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വരും? 32 ഗുണം 3, 32 ഗുണം 4, 4 120, 126. ഏകദേശം 25ന്റെ അടുത്തേ വരത്തുള്ളൂ. പക്ഷെ നമുക്ക് ഓപ്ഷനകത്തൊന്നും അത് കറക്റ്റ് വരുന്നില്ല. അപ്പോൾ നൺ ഓഫ് ദിസ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ 800/33. 800/33 നമുക്ക് എത്ര കിട്ടും? 133 എന്ന് പറയുമ്പോൾ 20 സംതിങ് വരുന്നത്. 133 എന്ന് പറയുമ്പോൾ 2, 66 ബാക്കി 14, 140. 140/33 എന്ന് പറയുമ്പോൾ 33 5 പോകത്തില്ല. 33 4 പോകത്തുള്ളൂ. 33 4. ഓക്കെ. 33 4 എന്ന് പറയുമ്പോൾ 132. അപ്പോൾ 24 പോയിന്റ് സംതിങ് വരുന്നത്. അത് നമ്മുടെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എന്താണ് നമ്മുടെ ആൻസർ? നൺ ഓഫ് ദിസ് ആണ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാവും. ഓപ്ഷൻ ചിലപ്പം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തായിരിക്കില്ല. കൺസെപ്റ്റ് മനസ്സിലായല്ലോ എന്താ പറഞ്ഞത്? ഓക്കെ. അടുത്ത ദിവസം നോക്കി. If a number x is increased by 25%, it becomes y. Okay, x 25% increase ചെയ്യുമ്പോൾ എന്തായി? y ആയി. Now y is increased by 20%, it becomes z. How much percentage z decrease to get x? അപ്പോൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ. x, y, z. Okay, x increased by 25%, it becomes y. അപ്പോൾ 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പോൾ അതായത് x 4 ആണെങ്കിൽ അതിൻ്റെ 1/4 അത് ഒന്ന് കൂടി അത് y എത്ര? 5 ആയി. Now y is increased by 20%. 20% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/5 ആണ്. y ഇപ്പം 5 ഉണ്ട്. ഇപ്പോൾ 5 എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ബൈ 20%. അപ്പോൾ അതിന്റെ 20%. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. y 5 ആണെങ്കിൽ 5 ഇൻറ്റു 1/5. 5 ഇൻറ്റു 1/5 എത്രയാണ്? 1 ആണ്. അപ്പോൾ 5 എന്ന് പറയുന്നത് എത്ര? z എത്രയായി? അപ്പോൾ 6 ആയി. ഓക്കെ. ഇത് മനസ്സിലായത്? സിമ്പിൾ ആയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ എഴുതുന്നത്. ചുമ്മാ 100 എന്ന് പറഞ്ഞ് എടുത്താലും എന്തേ വരത്തുള്ളൂ? ഇത് 100 എന്ന് പറഞ്ഞ് എടുത്താലും ഇതേ റേഷ്യോ തന്നെ വരത്തുള്ളൂ. നമുക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് മതി? റേഷ്യോ മതി. ഹൗ മച്ച് പെർസെൻറ്റേജ് z ഡിക്രീസ് ടു ഗെറ്റ് x? അപ്പം എത്ര കുറയ്ക്കേണ്ടത്? എക്സാൻ വേണ്ടി എത്ര കുറയ്ക്കേണ്ടത്? 6 യൂണിറ്റ് ആണ് z എങ്കിൽ 4 യൂണിറ്റ് ആണ് എക്സ്. എത്ര കുറയ്ക്കണം? 2 കുറയ്ക്കണം. എത്രല്ലേ? ബൈ 6. എപ്പോഴും ബേസ് എന്താണ് വരുന്നത്? ഏതിൽ നിന്നാണോ കുറയ്ക്കുന്നത്. സെഡിൽ നിന്ന് എത്ര കുറയ്ക്കണം? 2 കുറയ്ക്കണം.
അപ്പോൾ 2/6 2/6 എന്ന് പറഞ്ഞാൽ 1/3 1/3ന്റെ പെർസെൻറ്റേജ് വാല്യൂ എത്രയാണ് 33.33%. അപ്പോൾ മനസ്സിലായല്ലോ ഇതെങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ 100 എഴുതാത്തതുകൊണ്ട് നമുക്ക് നോക്ക് ഇത്രയും സ്റ്റെപ്പിൽ ഈ പെർസെൻറ്റേജിന്റെ വാല്യൂസ് ആദ്യമേ പഠിക്കണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇത്രയും സ്റ്റെപ്പിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 4, 5, 6 ഡയറക്റ്റ് ഇത് എഴുതാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ പെട്ടെന്ന് മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ഫുൾ ക്വസ്റ്റ്യൻസ് കണ്ട് ഫുൾ ക്വസ്റ്റ്യൻസ് തീർക്കാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ലെവൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. പിന്നെ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം വർക്കൗട്ട് ചെയ്യാം. ഇൻ ആൻ എക്സാമിനേഷൻ 47% passed in science and 51% failed in mathematics. If 42% failed in both subjects, what percentage passed in both subjects? അപ്പോൾ ഇത് ഒരു വെൻ ഡയഗ്രം വെച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമുക്ക് വെൻ ഡയഗ്രത്തിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വെൻ ഡയഗ്രം വെച്ചൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഒരു എക്സാമിനേഷനിൽ 47% പേര് എന്തായി സയൻസിൽ പാസ് ചെയ്തു, 51% ഫെയിൽഡ് ഇൻ മാത്സ്. ഇപ്പം ഏതൊക്കെ ഉള്ളത്, ഏതൊക്കെ സബ്ജക്റ്റാണ് ഉള്ളത്, സയൻസും ഉണ്ട് മാത്സും ഉണ്ട്. അപ്പോൾ സയൻസിനെ ഞാൻ ഈ ഒരു സർക്കിളായിട്ടും മാത്സിനെ ഞാൻ ഇവിടെ വേറൊരു സർക്കിളായിട്ടും എന്ത് ചെയ്യുക റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് സയൻസും ഇത് മാത്സും ആണെന്ന് വെച്ചാൽ നമ്മൾ വാട്ട് പെർസെൻറ്റേജ് പാസ്ഡ് ഇൻ ബോത്ത് സബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് ഫെയിൽഡിൻ്റെയാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, പാസ്ഡ് ആണ് വേണ്ടത്. അപ്പം ഒന്നുകിൽ എല്ലാം ഫെയിലാക്കുക അല്ലെങ്കിൽ എല്ലാം സയൻസ് ആക്കുക, എന്താ പാസ്ഡ് ആക്കുക. അപ്പോൾ 42% ഫെയിൽ ഇൻ ബോത്ത് സബ്ജക്റ്റ്. അപ്പോൾ 42% എന്താണ്, നമ്മൾ ഫെയിൽ എഴുതണം. ഓക്കെ, 42% എന്താണ് 42% ഫെയിലാണ്. അപ്പോൾ ഇത് ഫെയിലിൻ്റെ നമ്മൾ എഴുതുന്നത്. 47% പാസ്ഡ് ഇൻ സയൻസ്. 47% പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽ എഴുതുന്നത് എത്ര പെർസെൻറ്റ് ആയിരിക്കും, എന്താ ഫെയിൽ ആവുന്നത് 53% അല്ലേ. 100% ആണ് ടോട്ടൽ ഉള്ളത്. അപ്പം അതിൻ്റെ 53%. അപ്പം സയൻസ് മൊത്തത്തിൽ എത്രയാണ്, മൊത്തത്തിൽ എത്രയാണ് 53% ആണ്. മൊത്തത്തിൽ ചേർന്നാണ്. 51% ഫെയിൽ ഇൻ മാത്സ്. അപ്പം മാത്സിൽ എത്ര പെർസെൻറ്റേജാണ് 51%. അപ്പം ഇത് നോക്കി, ഞാനിപ്പം ഇതും ഈ 53, അതായത് സയൻസിൽ ഫെയിൽ ആയവരും മാത്സിൽ ഫെയിൽ ആയവരുടെ കൂട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ സയൻസ് പ്ലസ് മാത്സ് ഫെയിൽ ആയവരുടെ കൂട്ടുമെന്ന് വെച്ചു. അപ്പോൾ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇത് ഒരു വട്ടം എന്ത് ചെയ്തു ഇതിനകത്തുണ്ട്, ഒരു വട്ടം ഈ 42 ഇതിനകത്ത് വരും. അതുപോലെ ഇവിടുന്ന് ഇത് കൂട്ടുമ്പോഴും എന്ത് വരും, ഒരു 42 എക്സ്ട്രാ വരും. അപ്പം നമുക്ക് എന്ന് വെച്ചാൽ നമ്മളെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് എന്താ ടോട്ടൽ ഫെയിൽ ആയിട്ട് വേണ്ടത്, അപ്പോൾ ഫെയിൽ ആയിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന് 100 കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വേറൊരു വഴി പറഞ്ഞുതരാം. വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ രണ്ടുകൂടെ കൂട്ടുകയാണ്. അപ്പോൾ ടോട്ടൽ ഫെയിൽ ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സയൻസും കൂട്ടി മാത്സും കൂട്ടി. അപ്പോൾ കൂട്ടുമ്പോൾ പ്രശ്നം എന്താണ്, ഈ 42 എന്ന് പറയുന്നത് ഇവിടെയും വരും ഇവിടെയും വരും. നമുക്ക് ഈ 42 എന്ന് പറയുന്നത് ഫുള്ള് വരണോ, ഫുള്ള് വരണ്ട. കാര്യം നമുക്ക് ഒരു വട്ടം മതി. അപ്പം സയൻസും മാത്സും കൂടെ കൂട്ടിയിട്ട് മൈനസ് അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു പാസ്ഡ് ഇൻ ബോത്ത് അല്ലെങ്കിൽ ഫെയിൽഡ് ഇൻ ബോത്ത്, അതായത് 42 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് വരും, ഞാനിപ്പോൾ 53 പ്ലസ് 51. ഇപ്പോൾ ഈ 53 പ്ലസ് 51 ചെയ്യുമ്പോൾ നമുക്ക് അത് ഉണ്ട്. അപ്പോൾ നമുക്ക് 104 എന്ന് കിട്ടും. അപ്പം 104% നമുക്കുണ്ടോ, ഇല്ല. അതിനകത്ത് എന്ത് വരും, 42 രണ്ട് വട്ടം വരും. നമുക്ക് എത്ര വട്ടം വരും, ഒരു വട്ടം മതി. അപ്പോൾ എന്ത് വരും, -42 ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, എന്ത് വരും, ഇത് എത്ര വരും, 64, 62. അതായത് 62% നമുക്ക് എന്താണ് ഫെയിൽഡ് ആണ്. അപ്പോൾ നമ്മൾ ഇത് ഫെയിൽഡിൻ്റെ എഴുതിയിരിക്കുന്നത്, 62% ഫെയിൽഡ് ആണ്. നമുക്ക് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, എത്രയാണ് പാസ്ഡ്. അപ്പോൾ 62% ഫെയിൽഡ് ആണെങ്കിൽ എത്ര ആയിരിക്കും പാസ് വരുന്നത്, എത്ര ആയിരിക്കും 38%. ടോട്ടൽ 100 അല്ലേ വരണ്ടേ, 62 കൂടെ എത്ര കൂട്ടണ്ടേ, 38% കൂട്ടി എന്ത് വരും, അത് 100% ആവും. അപ്പം 38% ആയിരിക്കും എന്ത് ഇവിടെ പാസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ വെൻ ഡയഗ്രം വെച്ചൊന്നും ചെയ്യേണ്ട. വെൻ ഡയഗ്രം എന്താണെന്ന് പറഞ്ഞത് ഇവിടെ എന്താ, ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താ ചെയ്യേണ്ടത്, 47% പാസ് ചെയ്തു സയൻസിൽ, 51% ഫെയിൽഡ് ഇൻ മാത്തമാറ്റിക്സ്, 42 ഫെയിൽഡ് ഇൻ ബോത്ത് സബ്ജക്ട്, വാട്ട് പെർസെൻറ്റേജ് പാസ്ഡ് ഇൻ ബോത്ത് സബ്ജക്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടിലും ടോട്ടൽ ഫെയിൽ ആയവരുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ ഫെയിൽ ആയവരുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 53% അത് സയൻസിൽ ഫെയിലായി, 51% എവിടെ മാത്സിൽ ഫെയിലായി. ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് 104 കിട്ടുന്നത്. ഈ 104 എന്ന് പറയുന്നത് എന്താ വരുന്നത്, അവിടെ നമുക്ക് 104 എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ 42% ഫെയിൽ ആയവർ രണ്ടിടത്തും ഉണ്ട്. അതായത് ഇവിടെ 42% ഫെയിൽ ആയവരുണ്ട്, ഇവിടെ 42% ഫെയിൽഡ്, മറ്റേ ഇതിൻ്റെ 42% ഫെയിലാണ്. നമുക്ക് അത്രയും വേണം, വേണ്ട. നമുക്ക് അതിനകത്ത് ഈ രണ്ടെണ്ണം വേണ്ട, ഒരെണ്ണം മതി. അപ്പോൾ അതിന് ഒരു വട്ടം 42 കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 62 എന്ന് കിട്ടും. ഈ 62% എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെയിൽഡ് ആണ്. ഫെയിൽഡ് ആയിട്ടുള്ളത്, ഫെയിൽഡ് എന്ന് വെച്ചാൽ ഫെയിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് 62 പേര്. അപ്പം ഇത്രയും പേര് ഫെയിൽ ആയെങ്കിൽ ഇത്രയും പേര് ഫെയിൽ, ഏതെങ്കിലും ഒന്നിൽ ഫെയിൽ ആയിട്ടുള്ളവർ. അപ്പം ഏതെങ്കിലും ഒന്നിൽ ഫെയിൽ ആയിട്ടുള്ളവരുണ്ട്, രണ്ടിലും ഫെയിൽ ആയിട്ടുള്ളവരുണ്ട്. അതായത് ഈ പോർഷൻ എല്ലാം ഉണ്ട്, ഈ പോർഷൻ എല്ലാം ഉണ്ട്, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ പോർഷനും ഉണ്ട്. നമ്മൾ ജസ്റ്റ് 53 51 കൂട്ടിക്കഴിഞ്ഞാൽ ഈ 42 എന്ന് പറഞ്ഞാൽ രണ്ട് വട്ടം വരും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ 42 കുറച്ചത്. 62% എന്താണ് ഫെയിലാണ്. അപ്പോൾ ബാക്കി എത്ര പെർസെൻറ്റ് ആയിരിക്കും പാസ് ആയിട്ടുള്ളത്. അപ്പോൾ ബാക്കി എന്തായാലും ഫെയിൽ ആയിട്ടില്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് പോലും ഫെയിൽ ആകാത്തവരുണ്ടെങ്കിൽ എന്തായിരിക്കും, അവർ പാസ്റ്റ് ആയിരിക്കും. അപ്പോൾ 38% എന്താണ് പാസ്. ഓക്കെ, നമ്മൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇതേപോലത്തെ ടൈപ്പ് വരുമ്പോൾ ഇനി നമുക്ക് ചെയ്യാം. ഇത് സെയിം ടൈപ്പാണ്. ഇത് എല്ലാവരും സ്വന്തമായിട്ടും ചെയ്ത് നോക്കിയിട്ട് എന്നിട്ട് ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താ ആൻസറായിട്ട് മാച്ച് ചെയ്യും.
Question okay. In an examination, 50% of the candidates failed in science and 48% failed in maths. ഇപ്പോൾ രണ്ടിടത്തും failed ആണ്. ഈ 40% failed in both subjects. What percentage passed in both subjects? ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇനി വെണ്ടയിലും ഒന്നും വരയ്ക്കണ്ട. 53% സയൻസിൽ ഫെയിൽ ആയി, 48% മാത്സിൽ ഫെയിൽ ആയി. ഇപ്പൊ 53ഉം 48 കൂട്ടുക. നമുക്ക് വേണ്ടത് ഫെയിൽഡ് സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ എന്തിലായിരിക്കും? ഒരു സബ്ജക്റ്റ് ഫെയിൽ ആവും, രണ്ട് സബ്ജക്റ്റ് ഫെയിൽ ആവും, ബോത്ത് രണ്ടിലും ഫെയിൽ ആവും. 53 48 കൂടുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? 40% രണ്ടിടത്ത് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു വട്ടം എന്ത് ചെയ്യാം? 40 കുറയ്ക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫെയിൽ ആയവരുടെ പെർസെന്റേജ് കിട്ടും. അപ്പൊ 100 പേരെ ടോട്ടൽ എഴുതുന്നു വെച്ചോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര 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 പേരുണ്ട് ഇത്? 53 48 മൈനസ് 40 എന്ന് പറഞ്ഞാൽ 8 ആണ്. 53 8 എത്രയാണ്? 61. അപ്പൊ 61% അല്ലെങ്കിൽ 61 പേര്. 100 പേരാണെങ്കിൽ 61 പേര്. 61 പേര് എന്തായി? ഫെയിൽ ആയി. നമുക്ക് എന്താ വെച്ചാൽ പാസ്ഡ് ഇൻ ബോത്ത് സബ്ജക്ട്. പാസ്ഡ് ഇൻ ബോത്ത് സബ്ജക്ട് കഴിഞ്ഞാൽ 100ൽ നിന്ന് ബാക്കിയുള്ളത് എത്രയാണ്? 39. 39% പേര് എന്തായിരിക്കും? ഇവിടെ എന്തായിരിക്കും? പാസ്ഡ് ആയിരിക്കും. രണ്ട് സബ്ജക്റ്റും പാസ്ഡ് ആയിരിക്കും. ഇവിടെ വെൻ ഡയഗ്രം വരയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. വെൻ ഡയഗ്രം കാര്യം എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. In a town, one male is married to one woman and vice versa. എന്ന് പറഞ്ഞാൽ ഒരു മെയില് ആരെയാണ്? ഒരു വുമണിനെ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അപ്പം ഒരു മെയില് ഒന്നിൽ കൂടുതൽ വുമണിനെ കല്യാണം കഴിച്ചിട്ടില്ല, തിരിച്ചുമില്ല. If 60% male and 40% female are married. So 60% മെയിലും 40% ഫീമെയിലും മാരീഡ് ആണ്. How much percentage people are unmarried? അപ്പം how much percentage, എത്ര പീപ്പിൾ ആണ്, എത്ര പെർസെൻറ്റേജ് ടോട്ടൽ പീപ്പിളിൽ എത്ര പെർസെൻറ്റേജ് ആണ് അൺമാരീഡ്? അപ്പോൾ ഇതൊരു നല്ല ക്വസ്റ്റൻ ആണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ മെയിലിനെ ഞാൻ എം എന്ന് കൊടുത്തു, വുമണിനെ ഞാൻ പി എന്ന് കൊടുത്തു. ഓക്കെ, ഇൻ എ ടൗൺ വൺ മെയിൽ ഈസ് മാരീഡ് ടു വൺ വുമൺ ആണ് വൈസ് വേഴ്സ. അപ്പോൾ ഒരാളെ കെട്ടിട്ടുള്ളൂ. 60% മെയിൽ ആൻഡ് 40% ഫീമെയിൽ ആണ് മാരീഡ്. അപ്പോൾ നമുക്ക് ഒരു വുമനെ കെട്ടിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? കല്യാണം കഴിച്ച ആണുങ്ങളും കല്യാണം കഴിച്ച പെണ്ണുങ്ങളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് മെയിൻ പോയിന്റ്. എത്ര ആണുങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ അത്രയും തന്നെ പെണ്ണുങ്ങളും കല്യാണം കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 60% മെയിൽ എന്ന് പറഞ്ഞാൽ മെയിലിൻ്റെ എണ്ണം വ്യത്യാസമാണ്, 40% ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഫീമെയിലിൻ്റെ എണ്ണം വ്യത്യാസമാണ്. ഇവിടുത്തെ ബേസ് രണ്ടും എന്താണ്? ഡിഫറൻ്റ് ആണ്. 40% ഫീമെയിൽ അല്ല, 40% മെയിൽ. അത് ശ്രദ്ധിച്ചോണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ എന്താ? നമുക്ക് എത്ര പേര്, ഇതാണ് കൺസെപ്റ്റ്. നമ്പർ ഓഫ് മെൻ മാരീഡ് ഈക്വൽ ടു നമ്പർ ഓഫ് വിമൻ മാരീഡ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 60% ഓഫ് മെയിൽ 60% ഓഫ് മെയിൽ ഈക്വൽ ടു 40% ഓഫ് ഫീമെയിൽ. ഇങ്ങനെ എഴുതിക്കൂടെ? വിമൺ എന്ന് എഴുതിക്കണം. അപ്പം മെയിൽ വിമൺ നോക്കാം. ഓക്കെ, ഫീമെയിൽ വേണ്ട, വിമൺ നോക്കാം. 40% ഓഫ് വിമൺ. അപ്പം നമുക്ക് എന്ത് കിട്ടും? മെയിലിൻ്റെ വിമൻ്റെ എന്ത് കിട്ടും? മെയിലിൻ്റെ വിമൻ്റെ റേഷ്യോ കിട്ടും. മെയിൽ ബൈ വിമൺ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ ഡബിളിന് താഴെ വരുന്നു. അപ്പോൾ പെർസെൻറ്റേജും പോയി, ഒരു 0 പോയി, 4/6. 4/6 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2/3. അതിൻ്റെ അർത്ഥം എന്താ? മെയിൽ 2 യൂണിറ്റ് ഉണ്ടെങ്കിൽ വിമൺ എത്ര ഉണ്ട്? ഫീമെയിൽ എത്ര ഉണ്ട്? 3 യൂണിറ്റ് ഉണ്ട്. അപ്പം ഇത് നമുക്ക് കിട്ടി. അപ്പം നമുക്ക് നോക്കാം. ജസ്റ്റ് ഇതിനെ 20 30 എടുക്കും. ഇതിന്റെ റേഷ്യോ ആണ്. മെയിൽ 2 ആണെങ്കിൽ വുമൺ 3 യൂണിറ്റ് ആണ്. അപ്പം നമുക്ക് മെയിൽ 20 ആണെങ്കിൽ വുമൺ എത്ര ആയിരിക്കും? 30 ആയിരിക്കും. ഇതിന്റെ റേഷ്യോ എപ്പോഴും 2:3 വരണമെന്നേ ഉള്ളൂ. അപ്പം മെയിലിന് ഞാൻ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി ചെയ്തത്. മെയിൽ 20 വുമൺ 30 എടുക്കും. അപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ്? 50 ആണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് പെർസെൻറ്റേജ് പീപ്പിൾ ആർ അൺമാരീഡ്. അൺമാരീഡ് എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് അലിഗേഷൻ വെയിറ്റഡ് ആവറേജ് ചെയ്യാം, അലിഗേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ചെയ്യാം, അല്ലാതെ ഇങ്ങനെ നോർമലായിട്ട് എഴുതിയും ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും. ഞാൻ ആദ്യം നോർമലായിട്ട് എഴുതി പറയാം, പിന്നെ വെയിറ്റഡ് ആവറേജ് എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 20 പേരും 30 പേരും എടുത്തു. ഇപ്പോൾ ടോട്ടൽ നമുക്ക് ഇത്രയും വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വെയിറ്റഡ് ആവറേജ് ചെയ്യാം. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ ആ മെത്തേഡായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെ ഈ കൺസെപ്റ്റുകളൊന്ന് പറഞ്ഞു. 20 മെന്നുണ്ട്, 30 വിമനുണ്ട്. അപ്പോൾ ടോട്ടൽ 50 പേരുണ്ടല്ലോ. ഇതിനകത്ത് 60% മെയിലും 40% ഫീമെയിലും മാരീഡ് ആണ്. അപ്പോൾ അൺമാരീഡ് എത്രയാണ്? 60% മെയിൽ മാരീഡ് ആണെങ്കിൽ 40%, ഇതിന്റെ 40% എന്താണ്? അൺമാരീഡ് ആണ്. അപ്പം ഇതിന്റെ 40% എത്ര? 10% കഴിഞ്ഞാൽ 2 ആണ്. അപ്പോൾ 40% കഴിഞ്ഞാൽ 10 × 4 ആണ്. അപ്പം 2 × 4 എത്ര വരും? 8 പേര് അൺമാരീഡ് ആണ്. അതുപോലെ വിമണിനകത്ത് എത്ര? 40% ഫീമെയിൽ എന്താണ്? മാരീഡ് ആണ്. അപ്പോൾ 60% എന്തായിരിക്കും? അൺമാരീഡ് ആയിരിക്കും. ഇപ്പോൾ ഇത് അൺമാരീഡ് ആണ് വരുന്നത്. അൺമാരീഡ്. അപ്പോൾ 60%. ഇതിന്റെ 60% എത്ര? 10% 3 ആണ്. 3 × 6 എത്ര? 18 പേര് എന്താണ്? അൺമാരീഡ് ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ഹൗ മച്ച് പെർസെൻറ്റേജ് പീപ്പിൾ ആർ അൺമാരീഡ്. അപ്പോൾ എത്ര പേരാ അതിനകത്ത് അൺമാരീഡ്? 8ഉം 18ഉം. അതായത് 26 പേര് അൺമാരീഡ് ആണ്. എത്ര പേരിൽ? 50. 26/50 × 100 എന്ത് ചെയ്യുക? പെർസെൻറ്റേജ് 50. ടോട്ടലിൽ എത്ര പെർസെൻറ്റേജ് ആണ്? എത്ര? 26 × 2 എത്രയാണ്? 52% എന്താണ്? അൺമാരീഡ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞുതരാം. അതിന് വെയിറ്റഡ് ആവറേജ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. വെയിറ്റഡ് ആവറേജ് അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ഇവിടെ വരെ ഓക്കെയാണ്. ഇത്രയും ചെയ്യണം. ഈ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? രണ്ടിടത്തും ചെയ്യണം. അപ്പോൾ ഇത് മെത്തേഡ് 2 ആണ്. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇത് നമുക്ക് എന്താണ്? നമ്മുടെ നോർമൽ ബുക്കിലൊക്കെ കാണുന്ന മെത്തേഡാണ്. ഈ ബുക്കിഷ് മെത്തേഡ് നമുക്ക് വേണ്ട മെത്തേഡ് നോക്ക്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെയിലിൻ്റെയും
വിമന്റെ. ഓക്കെ, എഴുതി. മെയിൽ 2 ആണെങ്കിൽ ഇത് 3 ആണ്. നമുക്ക് എന്താ വരുന്നത്? ഹൗ മച്ച് പെർസെൻറ്റേജ് ആർ അൺമാരീഡ്. അപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്? അൺമാരീഡിന്റെ പെർസെൻറ്റേജിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 60% മെയിൽ മാരീഡ് ആണ്. 60% മെയിൽ മാരീഡ് ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് മെയിൽ ആയിരിക്കും അൺമാരീഡ്? മെയിലിന്റെ 40%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ പെർസെൻറ്റേജ് എഴുതുക. ഇവിടെ നമ്മൾ വെയിറ്റ് ആണ് എഴുതുന്നത്. ഞാൻ വെയിറ്റഡ് അവർ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വെയിറ്റ് ആണ് എഴുതുന്നത്. അലിഗേഷൻ വെച്ച് ചെയ്യുക. അലിഗേഷൻ ഞാൻ ഡീപ്പായിട്ട് ക്ലാസ് എടുത്തിട്ട് നിങ്ങൾ അലിഗേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് 40% എന്താണ്? അൺമാരീഡ് ആണ്. നമുക്ക് അൺമാരീഡിന്റെ ഇതാണ് വരുന്നത് ഓവറോൾ. ഇനി നോക്ക്, 40% ഫീമെയിൽ ആർ മാരീഡ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ഫീമെയിൽ ആണ് അൺമാരീഡ്? 60%. 60% ഇവിടെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വെയിറ്റഡ് ആവറേജ് എടുക്കുക. അപ്പം നമ്മുടെ ഓവറോൾ അൺമാരീഡ് പെർസെൻറ്റേജ്. ഓക്കെ, ഓവറോൾ അൺമാരീഡ് പെർസെൻറ്റേജ് എത്ര വരും? വെയിറ്റഡ് ആവറേജ് നമ്മൾ 2 × 40 പ്ലസ് 3 × 60 ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് 2 + 3. അപ്പോൾ എത്ര? 80 അധികം 180. എത്ര? 260. 80 ഒക്കെ വരുന്നതിന് 40 × 2 80, 60 × 3 180. അപ്പോൾ 80 180 കൂട്ടുമ്പോൾ 260. കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിലേ പറ്റൂ. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം? കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യണം. ഓക്കെ, ഡിവൈഡഡ് ബൈ 5 എത്ര വരും? 265 എന്ന് പറയുമ്പോൾ എത്ര വരും? 52 വരും. 52 എങ്ങനെ വരുന്നത്? 26/2 പോകത്തില്ല. 26/5 എന്ന് പറഞ്ഞാൽ 5 ബാക്കി 10, 10/5 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 52% ഇങ്ങനെയും കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും എടുക്കാതെ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഡയറക്റ്റ് ആയിട്ട് എന്ത് കിട്ടും? അൺമാരീഡിന്റെ കിട്ടും. അപ്പോൾ ഇതേ സാധനം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അലിഗേഷൻ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അലിഗേഷൻ എന്നുള്ള ടേം നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ അലിഗേഷൻ എന്ന് പറഞ്ഞ ടേം ഇപ്പോൾ കേട്ട് വെച്ചോ. നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിൽ പറയാം. അപ്പം ഞാൻ കുറച്ച് കമന്റ് കണ്ടു. നിങ്ങൾ എന്താ പൈസ ഇല്ല, പൈസ കൊടുത്ത് ഫീസ് കൊടുത്ത് പഠിക്കാൻ ഇതില്ല എന്നൊക്കെ പറയുന്നവർ കണ്ടു. അപ്പം നിങ്ങൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക? മാക്സിമം ഇട്ടിട്ടുള്ള ക്ലാസ് മൊത്തം, ഞാനൊരു GDയുടെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, CGLന്റെ ഷിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം കാണുക, കണ്ട് പഠിക്കുക. അപ്പം അങ്ങനെ പഠിക്കുന്നവർക്ക് ഇത് തന്നെ മതി. യൂട്യൂബ് ചാനലിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ അത് വൃത്തിയായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ നോക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? അടുത്ത ദിവസം നോക്കാം. The difference between a number and 1/3 of that number is 228. What is 20% of that number? ഇതൊക്കെ എളുപ്പമല്ലേ? ഡിഫറൻസ് ബിറ്റ്വീൻ എ നമ്പർ ആൻഡ് 1/3 ഓഫ് ദാറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നമ്പറിനെ ഞാൻ ഇപ്പം ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കാം. 1/3 ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് പറഞ്ഞു ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഫുൾ ഉണ്ട്. 1/3 ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ 1/3 ഉണ്ട്. അപ്പം 1/3 1/3 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 1/3 1/3 1/3 അങ്ങനെ 3 ചേർന്നാണ് ടോട്ടൽ ഫുൾ ആവുന്നത്. 1/3 ആയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? ഒരു സ്ഥാനത്ത് നിന്ന് 1/3 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 2/3 ഉണ്ട്. 2/3 ഓഫ് ദ നമ്പർ, 2/3 ഓഫ് നമ്പറിനെ എണ്ണം പറഞ്ഞു. അതാണ് എന്ത്? 228 അല്ലേ? അപ്പൊ നമ്പർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യണ്ട, 228 × 3/2. ഇത്രയും ചെയ്യാൻ ഒരുപാടില്ലല്ലോ. × 3 ചെയ്യും, ബൈ 2 ചെയ്യും. ഇനി വാട്ട് ഈസ് 20% നമ്പർ? അപ്പൊ ഈ നമ്പറിന്റെ 20% വേണം. 20% എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഞാൻ 1/5 ആണ്. 20%. അപ്പം ഈ നമ്പറിന്റെ എന്ത് വേണം നമുക്ക്? ഈ നമ്പറിന്റെ എന്ത് വേണം? 1/5 വേണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇങ്ങനെ നിങ്ങൾ കാൽക്കുലേഷൻ സ്പീഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇനി ഇത് നോക്കി ഇവിടെ ശ്രദ്ധിച്ചേ. 2/5 എന്ന് പറഞ്ഞാൽ എന്താ? 10 ആണ് അല്ലേ? 2/5 എന്ന് പറഞ്ഞാൽ 10 ആണ്. വടിയിൽ 10 ഉണ്ടെങ്കിൽ മേളിൽ ഒരു പോയിന്റ് ഇട്ടാൽ. അപ്പൊ നമ്മുടെ ആൻസർ നോക്കേ, ആൻസറിന്റെ ഓപ്ഷൻ നോക്കേ, ഓപ്ഷന്റെ ഇത് നോക്കേ, എല്ലാത്തിന്റെ യൂണിറ്റ് ഡിഫറന്റ് അല്ലേ? ഇവിടെ നോക്ക്, യൂണിറ്റ് എന്ത് വരും? 8/3. മേളിൽ ന്യൂമറേറ്ററിൽ എന്ത് വരും? 8/3 24. 24 എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും നമ്മുടെ യൂണിറ്റ്. എന്നിട്ട് എന്ത് കാണും? 2/5 ഒരു പോയിന്റ് കാണും. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ ബി ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യണം. ഒന്നും ചെയ്തില്ല. നമ്മൾ എന്താ ഇവിടെ ചെയ്തത്? നമ്മൾ വല്ല കാൽക്കുലേഷൻ ചെയ്തോ? 2 വെച്ച് വെട്ടി 114 ആക്കിയോ? ഇല്ല. നമ്മൾ എന്താ ചെയ്തത്? 2/5 10 കണ്ടു, ഒരു പോയിന്റ് വരും. 8/3 24 4 കാണും. അപ്പൊ യൂണിറ്റ് എത്ര ആയിരിക്കും? 4 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. അപ്പൊ ഇതുണ്ടോ? ഡിഫറൻസ് ബിറ്റ്വീൻ എ നമ്പർ എക്സ് മൈനസ് x/3 ഈക്വൽ ടു 228 എന്ന് എഴുതിയിട്ട് പിന്നെ 2/3 x എന്നൊക്കെ എഴുതണം. ഇതിന്റെ ആവശ്യമുണ്ടോ? വേണ്ട. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു നമ്പർ ഉണ്ട്, അതിന്റെ 1/3 ഉണ്ട്, 1/3 ഉണ്ട്. ഒരു നമ്പറിൽ നിന്ന് അതിന്റെ 1/3 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 2/3 ഉണ്ട്. അതായത് 1/3 1/3 1/3 അതെല്ലാം ചേർന്നാണ് ഫുൾ നമ്പർ വരുന്നത്. ഓക്കെ, മനസ്സിലാവും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക എന്താ നമ്മൾ ചെയ്യുന്നത്. പിന്നെ കാൽക്കുലേഷന്റെ ഞാൻ CHSLന്റെ ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇട്ടുണ്ട്. അത് കാണാത്തൊരു മസ്റ്റായിട്ടും അത് കാണുക. അതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇനിയിപ്പം ഞാൻ ഫസ്റ്റ് 2 ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ അത്ര സ്ലോ ആയിട്ട് പറഞ്ഞത്. ഇനി നമ്മൾ കാൽക്കുലേഷൻ നല്ല രീതിയിൽ ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് ബേസ് ഉള്ള രീതി വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കും. ഓക്കെ, പിന്നെ ആൻസർ വരും 68.4 വരും. ഓക്കെ, അടുത്ത ദിവസം വരും. 2 numbers are respectively 25% and 60% more than a third number. The ratio of the 2 numbers. ആ 2 numbers. ഇത് എളുപ്പം ഒന്നുമില്ല. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട. തേർഡ് നമ്പറിന് 100 എന്ന് പറഞ്ഞെടുത്തോ. ഓക്കെ, 2 numbers are respectively 25% and 60% more than a third number. അപ്പോൾ തേർഡ് നമ്പർ 100 നൽകുക. അപ്പം സെക്കൻഡ് നമ്പർ എന്ത് വരും? 60% മോർ ദാൻ തേർഡ് നമ്പർ. അപ്പം 100ന്റെ 60% മോർ എത്ര?
100 60 എന്ന് പറഞ്ഞാൽ 60ആണ്. അപ്പോൾ എത്ര വരും? 160 വരും സെക്കൻഡ് നമ്പർ. ഇനി ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 25% മോർ ദാൻ എ തേർഡ് നമ്പർ. 25% മോർ ദാൻ 100നേക്കാൾ 25 കൂടുതൽ, അതാണ് 125. നമുക്ക് എന്താ വെച്ചിരിക്കുന്നത്? ഇത് ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ. എന്താ വെച്ചിരിക്കുന്നത്? റേഷ്യോ ബിറ്റ്വീൻ ടു നമ്പേഴ്സ്. ഇതിന്റെ റേഷ്യോ വെച്ചിരിക്കുന്നത്. റേഷ്യോ എത്ര വരും? 5 വെച്ചിട്ട് കഴിഞ്ഞാൽ 25 എത്ര? 32. ഓക്കെ, കാൽക്കുലേഷൻ നിങ്ങൾ ഡെയിലി ആ ടേബിളൊക്കെ എഴുതി കഴിയുമ്പോൾ ഇതൊക്കെ പേന പോലും എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും. അപ്പോൾ ആൻസർ അതാണ്, ഓപ്ഷൻ ഡി ആണ്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നുകൂടെ കണ്ടുപോകുക. എന്നിട്ടും ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ ടൈം കൂടെ ഏത് ക്വസ്റ്റ്യൻ ആണെന്നുള്ളതിന്റെ ടൈം കൂടെ നിങ്ങൾ പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എ വുമൺ ഏൺസ് 1000 പെർ ഡേ. ഓക്കെ, ആഫ്റ്റർ സം വീക്സ് ഷീ ഏൺസ് 1100 പെർ ഡേ. ബൈ ഹൗ മച്ച് പെർസെൻറ്റേജ് ഡിഡ് ഹെർ ഏണിങ്സ് ഇൻക്രീസ്? ഒന്നുമില്ലല്ലോ, ഒരു ഡേയിൽ പെർ ഡേയിലാണ് ഇവിടെ, അപ്പം 1000 എന്നുള്ളത് എത്രയായി? 1160 അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പെർസെൻറ്റേജ് എടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് മതി? റേഷ്യോ മതി. നമ്മൾ 160/1000 × 100 അതാണ് ചെയ്യേണ്ടത്. 16% ആണ് ആൻസർ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് റേഷ്യോ മതി. അതായത് ജസ്റ്റ് ഒരു പൂജ്യം ഇവിടെയും കട്ട് ചെയ്യുക. കാര്യം റേഷ്യോ മതി. 100 എന്നുള്ള സാധനം എത്രയായി? 116 എത്രയാണ് കൂടിയത്? 16 കൂടി. എത്രയില്? 100. അപ്പോൾ 100 16 കൂടി. എത്ര കൂടിയാലും എന്താണ്? ഇത്രയും പെർസെൻറ്റേജ് ആണ്. അപ്പോൾ 16/100 × 100 എഴുതുക, പെർസെൻറ്റേജ് എഴുതുക. ഇനി അതൊന്നും പറയണ്ടല്ലോ. അപ്പോൾ എത്രയാണ്? 100ൽ എത്ര കൂടിയത്? 16 കൂടി. 100ൽ 16 കൂടി കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് കൂടുന്നു? 16% കൂടി. അതാണ് ഓപ്ഷൻ ഡി. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിറയിലുള്ള കാര്യങ്ങൾ ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഈ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. രാം സ്കോർഡ് 120 റൺസ് വിച്ച് ഇൻക്ലൂഡഡ് 6 ബൗണ്ടറീസ് ആൻഡ് 4 സിക്സസ്. അപ്പോൾ ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ 4 ആണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഹിസ് ടോട്ടൽ സ്കോർ ഡിഡ് ഹി മേക്ക് ബൈ റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ്? ഒന്നുമില്ലല്ലോ, 120 റൺസ് ആണ് അവൻ ടോട്ടൽ അടിച്ചത്. ഇതിനകത്ത് 6 ബൗണ്ടറി ഉണ്ട്, 4 സിക്സ് ഉണ്ട്. 6 ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടറി 4 ആണ്, ഒരു 4 ആണ്. 6 4 6 × 4 എത്രയാണ്? 24. അങ്ങനെ ഉണ്ട്. അതിൻ്റെ കൂടെ 4 സിക്സ് ഉണ്ട്. 4 സിക്സ് ആണ് 4 × 6 എത്രയാണ്? 24. അതായത് അവൻ 48 റൺ എങ്ങനെയാണ് അടിച്ചത്? ബൗണ്ടറീസും സിക്സിലൂടെയാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഹിസ് ടോട്ടൽ സ്കോർ ഡിഡ് ഹി മേക്ക് ബൈ റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ്? 48 റണ്ണ് അവൻ അങ്ങനെ എടുത്തു. ബാക്കി അപ്പോൾ ഓടി ആയിരിക്കും എടുത്തത്. ബാക്കി എത്ര റണ്ണ് ഉള്ളത്? 48 2 കൂടി 50 ആവും. പിന്നെ 50 കൂടി 100 ആവും. 52 ആകുമ്പോൾ 100 ആയി. പിന്നെ എത്ര ഉണ്ട്? 120 ആയിരുന്നു. അപ്പം 20 കൂട്ടാം. എത്ര വരും? 72. അപ്പോൾ 72 റണ്ണാണ് അവൻ എന്ത് ചെയ്തത്? 72 റണ്ണാണ് അവൻ ഓടിയെടുത്തത്. അപ്പോൾ എന്താ വെച്ചാൽ വാട്ട് പെർസെൻറ്റേജ് ടോട്ടൽ സ്കോറിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഓടിയത്? 72/120. എന്താ? 72/120 × 100 ആണ് വേണ്ടത്. 72/120 എന്ന് പറയുമ്പോൾ എത്ര വരും? 12 വെച്ച് വെട്ടാം. നമുക്ക് എത്ര വരും? 6. ഇവിടെ 12 വെച്ചിട്ടുമ്പോൾ 10 എന്ന് വെച്ചാൽ 3/5. 3/5 നമുക്ക് 27 വെച്ച് വെട്ടാം. 3/5. 3/5ന്റെ ഫ്രാക്ഷൻ വാല്യൂ പെർസെൻറ്റേജ് വാല്യൂ പറഞ്ഞിട്ടുണ്ടല്ലോ, 60%. ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3/5 1/5 20 ആണ്, 2/5 40 ആണ്, 3/5 60 ആണ്, 4/5 എന്ന് പറഞ്ഞാൽ 80 ആണ്. × 100 ചെയ്താൽ തന്നെ കിട്ടുള്ളൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. പിന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ്. A shopkeeper has certain number of apples of which 10% are found to be rotten. അപ്പം കുറച്ച് ആപ്പിൾ ഉണ്ട്, അതിനകത്ത് 10% എന്താണ്? കേടാക്കുന്നത്. He sells 85% of the remaining good apples and still has 405 good apples. How many apples did he originally have? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ബാക്ക്വേർഡ് അപ്രോച്ച് പഠിക്കാം. ബാക്ക്വേർഡ് അപ്രോച്ചിൽ നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നോക്കാം. അപ്പം ഈ 400 നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പം 405 ഗുഡ് ആപ്പിൾസ് അവൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, അതെപ്പോഴാണ് ഉണ്ടായത്? 85% ഓഫ് ദ റിമൈനിങ് ഗുഡ് ആപ്പിൾസ് സെല് ചെയ്തതിനു ശേഷം. അപ്പം എൻ്റെ അർത്ഥം എന്താ? 85% പോയി. ഇപ്പം റിമൈനിങ് ഗുഡ് ആപ്പിൾസിന്റെ 85% പോയി. അത് കഴിഞ്ഞിട്ട് ബാക്കിയാണ് എന്ത്? ഈ 405. ഈ 405 എന്ന് പറയുന്നത് 85%. ഇപ്പോൾ ബേസ് ഏതാണ്? റിമൈനിങ് ഗുഡ് ആപ്പിൾസ് ആണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ റിമൈനിങ് ഗുഡ് ആപ്പിൾസിന്റെ കുറച്ച് റോട്ടനായി അവിടെ നിൽക്കട്ടെ. 85% റിമൈനിങ് ഗുഡ് ആപ്പിൾസ് നമ്മൾ വിറ്റു, എൻ്റെ കയ്യിലില്ല. അപ്പോൾ ബാക്കി എത്ര ഉള്ളത്? 15%. അപ്പോൾ 15% ഓഫ് റിമൈനിങ് ഗുഡ് ആപ്പിൾസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്ര? 405 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന 100% കിട്ടുമല്ലോ, 85% കൂടെ ചേർത്തിട്ട്. അതായത് ബാക്കി ഉണ്ടായിരുന്നു, ഇപ്പോൾ 100% കിട്ടി. ഓക്കെ, അപ്പോൾ × 100 കിട്ടി. നമ്മളിതൊന്നും ചെയ്യുന്നില്ല, നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 405/15 × 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 15% എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള റിമൈനിങ് ഗുഡ് ആപ്പിൾസ് ആണ്. അത് 405 × 100. അപ്പോൾ 100% ടോട്ടലാണ്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കിയുള്ള റിമൈനിങ്, വിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള റിമൈനിങ് കിട്ടി. നമുക്ക് എന്താ പറയുന്നത്? ഷോപ്പ് കീപ്പർ ഹാസ് certain number of apples which 10% are found to be rotten. അപ്പോൾ ആ റോട്ടൺ ആയിട്ടുള്ളത് കളഞ്ഞു. അപ്പോൾ റോട്ടൺ കഴിഞ്ഞിട്ട് ബാക്കി 90%, 10% ഒരു സാധനത്തിന്റെ ടോട്ടലുള്ള സാധനത്തിന്റെ ഇപ്പോൾ ബേസ് ചേഞ്ച് ആയി. ബേസ് ഏതായി? ടോട്ടലായി.
ടോട്ടലിന്റെ അതായത് നേരത്തെ ഉണ്ടാകുന്ന ഏറ്റവും റോട്ടനും ഗുഡും കൂടെ ചേർന്നിട്ടുള്ള എന്ത് ബേസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ 10%, ആ ടോട്ടൽ ഉള്ളതിന്റെ 10% എന്തായി? 10% ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? റിമൈനിങ് ഗുഡ് ആപ്പിൾ ആണ്. ഇപ്പൊ വിറ്റ് കഴിഞ്ഞിട്ടല്ല, ആദ്യത്തെ ഫസ്റ്റില് റിമൈനിങ് ഗുഡ് ആപ്പിൾ ആണ്. അപ്പൊ 10% എന്താണ്? റോട്ടനായി. ടോട്ടലിന്റെ 10% റോട്ടനായി, ബാക്കി എത്ര ഉള്ളൂ? 90% ബാക്കിയുള്ളൂ. ആ 90% ആയിരിക്കത്തില്ല ഈ ഗുഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഗുഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 90% ആണ് നമുക്ക് എന്തിന്റെ വാല്യൂ വേണ്ടുന്നത്? 90% ആണ് നമുക്ക് എന്തിന്റെ വാല്യൂ വേണ്ടുന്നത്? ഫുള്ള്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ 100%. ഇത് ഈ സ്റ്റെപ്പ് ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതി. ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു? ഒറ്റ സ്റ്റെപ്പിൽ എഴുതി. അപ്പൊ ഈ കാര്യം മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കേൾക്കുക, വീണ്ടും കേട്ടിട്ട് എന്ത് ചെയ്യാൻ നോക്കുക? ഈ സ്റ്റെപ്പ് അല്ലെങ്കിൽ മെത്തേഡ് പഠിച്ചു വെക്കുക. ഇതെന്താണ് ഒന്നുകൂടെ വീണ്ടും കേട്ടൊക്കെ മനസ്സിലാവും. നമുക്ക് എന്ത് ചെയ്യാം? ഈ പെർസെന്റേജ് ഒന്നും ആവശ്യമില്ല, പെർസെന്റേജ് എഴുതേണ്ട കാര്യമില്ല. അപ്പം ഈ ഒരു 0 പോയി നമുക്ക് ആൻസർ എന്ത് വരും എന്നാണ് നോക്കേണ്ടത്. ആൻസർ നോക്കി നമുക്ക് ഇവിടെ 4, 5, 9 ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം, അതായിരിക്കും നല്ലത്. 9 വെച്ച് ക്യാൻസൽ ചെയ്യാം. 9 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 9 40 എത്ര? 9 4 45. ഇത് 15 വെച്ച് 50, 3. എന്താ മേളൊന്നുമില്ല. അപ്പൊ 3 കഴിഞ്ഞിട്ട് കുറെ 0 കാണും. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതുണ്ട്? 3 ആയിരിക്കും എന്ത്? അതിന്റെ നോൺ സീറോ. അങ്ങനെയുള്ള ഓപ്ഷൻ ഏത്? ഓപ്ഷൻ ബി. എത്ര ആപ്പിൾ ഉണ്ടായിരുന്നല്ലേ? 3000 ആപ്പിൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ 3000 ആപ്പിൾ വെച്ചിട്ട് അതിനകത്ത് 10% പോയി ബാക്കി 2700, അതിനകത്ത് 85% കഴിഞ്ഞിട്ട് അതിന്റെ 5% ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാക്ക്വേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് ഇത് ഇന്ന് പഠിച്ചതിൽ നല്ലൊരു ക്വസ്റ്റൻ ആണ് ഇന്ന് പഠിച്ചതിൽ. അപ്പൊ നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻസ് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക. ഇതേപോലെ സിമിലർ ആയിട്ട് ചിലപ്പോൾ 2 സ്റ്റെപ്പ് ഉള്ള ക്വസ്റ്റൻ വരും. ഇത് റിമൈനിങ് കഴിഞ്ഞിട്ട് പിന്നെ ഈ 405 പിന്നെയും ചെയ്യും. അപ്പൊ അതും എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ബാക്ക്വേർഡ് അപ്രോച്ച് തന്നെ ചെയ്യുന്നത്. അപ്പൊ അത് മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. അപ്പോൾ മാക്സിമം ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് മാക്സിമം ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ ഫുള്ള് ടോപ്പിക് ഇത്രയും നല്ല ക്വാളിറ്റി ക്വസ്റ്റൻസ് ചെയ്യുന്ന ചാനൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫുള്ള് സിലബസ് തീർക്കും. ഫുൾ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഏതാ? CGL നമ്മുടെ CHS MTS വേണ്ടി. ഇത് CGL പ്രിലിംസിന് എന്ത് ചെയ്യാൻ പറ്റുന്ന ആണ്, ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മാത്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സെയിം തന്നെയാണ്. മാത്സിന് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത്, കോമ്പീറ്റ് ചെയ്യേണ്ടത് എല്ലാ ഡിഗ്രിക്കാരുമായിട്ടാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ മാക്സിമം ലെവൽ തന്നെ പഠിക്കാൻ നോക്കുക. അപ്പോൾ അതിന് ഫുൾ കാര്യങ്ങൾ ബേസിക് ലെവൽ തൊട്ട് കൺസെപ്റ്റുകളും നല്ല പ്രാക്ടീസ്, മാക്സിമം ലെവലിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് പഠിക്കാൻ നോക്കുക. എല്ലാവർക്കും